ഹേ ഫ്യൂച്ചർ നഴ്സസ്, നേഴ്സിംഗ് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. ഇനി ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ ബാച്ച് പാസ് ഔട്ട് ആവുന്നു. അവരുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഇനി ഞാൻ എന്തിനു പോകണം? ഇതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു നേഴ്സിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ജോലി സാധ്യതകളുണ്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കായിട്ട് നേഴ്സിംഗ് റിലേറ്റഡ്, നേഴ്സിംഗ് എക്സാമിനേഷൻ റിലേറ്റഡ് ആൻഡ് നേഴ്സിംഗ് സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് നമ്മുടെ കേരളത്തിൽ 3 അവസരങ്ങളാണ് സാധാരണയുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈഡ്, നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ നേഴ്സായിട്ട് കയറാം. അല്ലാതെ എന്താണ് ടീച്ചിങ് സൈഡ്, നേഴ്സിംഗ് കോളേജസിൽ നമുക്ക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് കയറാം. അടുത്തത് എന്താണ് ഹയർ സ്റ്റഡീസ്, നമുക്ക് BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് MSc, PhD ആൻഡ് അതർ ബ്രിഡ്ജ് കോഴ്സസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 3 അവസരങ്ങളാണ് സാധാരണ ഒരു നേഴ്സിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ 3 അവസരങ്ങളെയും കുറിച്ച് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലിനിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായിട്ട് കയറുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറും, ഒന്ന് ഗവൺമെൻറ് സെക്ടറും. അതായത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് പ്രവേശിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം 20,000 ഫ്രഷേഴ്സിന് സ്റ്റാർട്ടിംഗ് സാലറി. ചില ഹോസ്പിറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ ഇരിക്കും. ചില ഹോസ്പിറ്റൽസ് ഇതിലും താഴെയായിരിക്കും സാലറി എന്ന് പറയുന്നത്. ചില ഹോസ്പിറ്റലിൽ ഇതിലും നല്ലതായിരിക്കും. അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് ഗവൺമെൻറ് സെക്ടറിൽ നിങ്ങൾക്കൊരു സ്റ്റാഫ് നേഴ്സായിട്ട് കയറണമെങ്കിൽ എന്ത് എഴുതണം? നമ്മുടെ കേരളത്തിൽ കേരള PSC എക്സാമിനേഷൻ എഴുതണം. അതുമല്ല നിങ്ങൾക്കിപ്പോൾ എന്താണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കയറണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതി പാസ്സാവേണ്ടി വരും. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. പ്രൈവറ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിലൂടെ ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് സാലറി 20,000 എന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റിൽ അത്രയ്ക്ക് സാലറി നമ്മുടെ നഴ്സുമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇതിലേക്കായിട്ട് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഏതാണ്? ഗവൺമെൻറ് സെക്ടർ. നിങ്ങളൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് നോക്കുന്നത്, അതായത് ലോങ് ടൈമിലേക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോബാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടർ ആയിരിക്കും ഏറ്റവും മികച്ചത്. അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് നാൾ പ്രൈവറ്റ് വർക്ക് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് നേടിയിട്ട് എബ്രോഡിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 2 വർഷം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല ക്ലിനിക്കൽ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് നേടുവാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ ഗവൺമെൻറ് സെക്ടറിൽ എന്തൊക്കെയാണ് നമ്മുടെ ചാൻസസ് എന്നൊന്ന് നോക്കിയാലോ. ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ കേരളത്തിൽ ഒരു നേഴ്സിംഗ് ഓഫീസറായിട്ട് കയറണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? കേരള PSC എക്സാമിനേഷൻ എഴുതണം. അല്ല നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് നേഴ്സിംഗ് ഓഫീസറായിട്ട് സ്ഥാനം ലഭിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എഴുതണം? അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ എഴുതണം. അതായത് എയിംസിന്, നോർസെറ്റ്, പിന്നെ ESIC, RRB, അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ ജോലിക്കായിട്ട്. ഇപ്പോൾ നമുക്ക് കേരള PSCയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചാൻസസ് വരുന്നതെന്ന് നോക്കാം. കേരള PSCയെ നമുക്കൊരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കാം. ഒന്ന് DME, ഒന്ന് DHS, വേറെ ഒന്ന് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് എടുക്കാം. DME, DHS ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. DME എന്താണ്? ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഈ കേരള PSC വെബ്സൈറ്റിൽ നിങ്ങൾക്ക് DMEയിലേക്കുള്ള പോസ്റ്റിനനുസരിച്ചുള്ള എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനൊക്കെ വരും. അത് നിങ്ങൾ അപ്പിയർ ചെയ്യുക പാസ്സാവുന്നതിലൂടെ നിങ്ങൾക്ക് എവിടെ ജോലി ലഭിക്കുന്നു? DMEയുടെ അണ്ടറിൽ ജോലി ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജസിൽ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ലഭിക്കുന്നു. അല്ല നിങ്ങൾക്ക് DHSൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്, നിങ്ങൾ അതിന് എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത് പാസ്സായെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? DHSൽ ജോലി ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് ജനറൽ ഹോസ്പിറ്റൽസ്, താലൂക്ക്, ദെൻ നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, PHS, CHS, സബ് സെൻറ്റേഴ്സ്, ഈ നമ്മുടെ ഗവൺമെൻറ് അണ്ടറിലുള്ള ഇത്രയും പറഞ്ഞ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്കൊരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ലഭിക്കുന്നു. അങ്ങനെയാണ് DHS ആൻഡ് DME എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിനകത്ത് കുറച്ച് ഏറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ആദ്യം തന്നെ ഹോമിയോ ഹോസ്പിറ്റൽസിൽ കേരള PSC ത്രൂ നേഴ്സിംഗ് ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ദെൻ ആയുർവേദ വരുന്നുണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽസ്.
ദെൻ നിങ്ങൾക്ക് വരുന്നത് നമ്മുടെ ഇൻഷുറൻസ് മെഡിക്കൽ സ്കീമിൻ്റെ അണ്ടറിൽ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് ഓഫീസറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ്. അടുത്തത് എന്താണ്? ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ്സിൻ്റെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് ഓഫീസറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ കേരള PSC ത്രൂ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ എക്സാമിനേഷൻ എല്ലാം നിങ്ങൾ അപ്പിയർ ചെയ്ത് പാസ്സാകുന്നതിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നേഴ്സിംഗ് ഓഫീസറായിട്ട് സ്ഥാനം ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്താണ്? നല്ലൊരു സാലറിയും പെർമനൻറ്റ് ജോബുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സാലറി സ്റ്റാർട്ടിങ് 40,000 ആണ് ഇപ്പോഴത്തെ, അതായത് പേ ലെവൽ 6 to 7 ആണ് നമ്മൾ പറയുന്നത്. 40,000 സാലറി വിത്ത് ഓൾ ദ സ്റ്റേറ്റ് അലവൻസസ്. കേരള PSC ത്രൂ നിങ്ങളൊരു നേഴ്സിംഗ് ഓഫീസർ ആവുന്നതിലൂടെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി അറൗണ്ട് 40,000 സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് അലവൻസസ് ലഭിക്കുന്നു. അല്ലാതെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താണ്? പെൻഷനും ലഭിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കാര്യം അറിയാം. ഏതിവിടെ? നമ്മുടെ കേരളത്തിൽ തന്നെ. അതിൽ ഒന്ന് ഏതാണ്? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്രയിലേക്ക് ഒരു നേഴ്സിംഗ് ഓഫീസറിനെ സെലക്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള തന്നെയുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷനിലൂടെയാണ്. പിന്നെ RCCയിലേക്കും അവർ ഓൺകോളജി എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സിംഗ് ഓഫീസേഴ്സിന് അവർ തന്നെ ഒരു എക്സാമിനേഷനും ഇൻ്റർവ്യൂയിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? RCC ഉണ്ട്, ശ്രീചിത്രയുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ടീച്ചിങ് ഫീൽഡ് നോക്കാം. ടീച്ചിങ് ഫീൽഡിലും ഇതുപോലെ തന്നെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് സെക്ടറുണ്ട്. അതായത് നിങ്ങൾക്ക് BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് ഒരു നേഴ്സിംഗ് കോളേജസിൽ നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജസും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ ഗവൺമെൻറ്റും കൺസിഡർ ചെയ്യാം. പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജിൽ നിങ്ങൾക്ക് ഏകദേശം 20,000 അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ കോളേജ്, അതായത് കോളേജ് മാറുന്നതനുസരിച്ച് സാലറിയിൽ മാറ്റം കാണും. അതനുസരിച്ച് നിങ്ങൾക്കൊരു നല്ല സാലറി, അത് BSc നേഴ്സിംഗ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് പ്രൈവറ്റ് കോളേജസിൽ നിങ്ങൾക്ക് കയറാം. അടുത്തത് എന്താണ്? ഗവൺമെൻറ് സെക്ടർ. ഗവൺമെൻറ് സെക്ടറിൽ നിങ്ങൾക്ക് ഒരു നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് കയറണമെങ്കിൽ എക്സാമിനേഷൻ എഴുതണം. എക്സാമിനേഷൻ പാസ്സാവുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് മെഡിക്കൽ കോളേജസ്, പിന്നെ ഗവൺമെൻറ് അണ്ടറിലുള്ള നേഴ്സിംഗ് കോളേജസിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു. ഇത്രയുമാണ് ടീച്ചിങ് ഫീൽഡിൽ പ്രൈവറ്റും ഗവൺമെൻറ്റും പറയുന്നത്. അല്ലാതെ എന്താണ്? നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലും ഒരു ടീച്ചറായിട്ട് കയറാം. അതായത് നമ്മുടെ എയിംസിലൊക്കെ, സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്കൊരു നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് കയറാം. അവർ ചോദിക്കുന്നത് വെച്ചാൽ 3 year എക്സ്പീരിയൻസസ് അവർ ചോദിക്കുന്നത് എവിടെ? ടീച്ചിങ് ഫീൽഡിൽ. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ എക്സാമിനേഷന് പാസ്സാവുന്നതിലൂടെ നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളൊരു നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് സ്ഥാനം ലഭിക്കുന്നു. അടുത്തത് നമുക്ക് ഹയർ സ്റ്റഡീസ്, അതായത് BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ഹയർ സ്റ്റഡീസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ MSc, നിങ്ങൾക്ക് ഒരു MSc നേഴ്സ് ആകാം ആൻഡ് സ്പെഷ്യലൈസ് ഇൻ എനി ഓഫ് ദ സബ്ജക്ട്സ് ദാറ്റ് യു ലൈക്ക്. ഇപ്പോൾ MSc നേഴ്സിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അഡൽട്ട് ഹെൽത്ത്, സൈക്കാട്രി, നമുക്ക് പീഡിയാട്രിക്സ്, ഇന്ന സബ്ജക്ട്സ്, കുറേ സബ്ജക്ട്സിൽ നമുക്ക് എന്താണ് MSc എടുക്കാം. MSc എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? PhD എടുക്കാം. PhD എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ്? ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാകാം, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ HOD ആവാം, പ്രൊഫസേഴ്സ് ആവാം. ഇത്രയും ഉള്ളൊരു ജോലി സാധ്യത, അതായത് ഒരു കരിയർ ഡെവലപ്മെൻറ്റുള്ള ഓപ്ഷൻസ് ഹയർ സ്റ്റഡീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. MSc എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ്? ഒരു മെഡിക്കൽ കോളേജസിൽ ഒരു പ്രൊഫസറായിട്ട് കയറണമെങ്കിൽ ആ മെഡിക്കൽ കോളേജസ് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾ എക്സാമിനേഷൻ പാസ്സാവുകയും നിങ്ങൾക്ക് എന്താണ്? അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാവുന്നതുമാണ്. ഇതല്ല, നിങ്ങൾക്ക് ക്ലിനിക്കൽ ഏരിയയിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് എന്ത്? ബ്രിഡ്ജ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഏകദേശം 6 to 12 months വരുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആണ്. അതായത് എമർജൻസി മെഡിസിൻ ഉണ്ട്, നമുക്ക് പീഡിയാട്രിക് ഉണ്ട്, അതായത് PICU NICU സ്പെഷ്യലൈസേഷൻ ഉണ്ട്, പിന്നെന്താണ് ഓൺകോളജി നഴ്സിംഗിൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്, എൽഡർലി കെയർ, പാലിയേറ്റീവ് കെയർ, കുറേ ഒരു ഏകദേശം 50ഓളം സ്പെഷ്യലൈസേഷൻ നമ്മുടെ നേഴ്സിംഗിൻ്റെ അണ്ടറിൽ തന്നെ ബ്രിഡ്ജ് കോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ഹയർ സ്റ്റഡീസിന് ഒരു നേഴ്സസിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഏകദേശം ക്ലിനിക്കൽ സൈഡ്, ടീച്ചിങ് സൈഡ് ആൻഡ് ഹയർ ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ ഒരു ഏരിയയെ നമ്മൾ ടച്ച് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്.
ഈ വീഡിയോയിലൂടെ BSc നേഴ്സിംഗ് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ ജോലി സാധ്യതകളുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാമല്ലോ, നേഴ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. നമ്മളതിൻ്റെ കുറച്ച് മാത്രമേ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറേ ഓപ്ഷൻസ്, ഇനിയും കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ കരിയറിനെ ഡെവലപ്പ് ആകാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലും വെളിയിലുമായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ ഒരു ഇൻഫർമേഷനും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹം. ഇനിയും കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, നേഴ്സിംഗ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും ഇനിയും വരുന്ന ആഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.